2017 മോഡൽ താർ തരാൻ പോകുന്നത് 6,85,000 ഓക്കെ. ഇത് മുക്താറാണ്. ഈ പ്രാവശ്യം ഞാനുള്ളത് കോഴിക്കോട് നരിക്കുനിയിൽ സിദ്ദിഖാനടുത്താണുള്ളത്. സിദ്ദിഖാനടുത്ത് വരാനുള്ള കാരണം ഇങ്ങോട്ട് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. ക്രിസ്റ്റ ഏകദേശം 25ഓളം ക്രിസ്റ്റ വരുന്നുണ്ട്. ഫോർച്യൂണറൊക്കെ നോക്കുകയാണെങ്കിൽ 6 ഫോർച്യൂണറും വരുന്നുണ്ട്. ഇനി ഡൽഹിയിലേക്കൊന്നും പോകണ്ട, ഡൽഹി പ്രൈസിനാണ് നിങ്ങൾക്ക് സിദ്ദിഖ കൊടുക്കാൻ പോകുന്നത്. സിദ്ദിഖ കൊടുക്കും നിങ്ങൾ? കൊടുക്കും. കാരണം 2016 വെറും 40,000 കിലോമീറ്ററോ 45,000 കിലോമീറ്റർ ഓടിച്ച ക്രിസ്റ്റ 2016 നിങ്ങൾ തരാൻ പോകുന്നത് 11,300,000 ഇനി അതേപോലെ തന്നെ 2016 ക്രിസ്റ്റ നിങ്ങൾ തരാൻ പോകുന്നത് 11,20,000 കൊടുക്കാം അല്ലേ? എന്താ ഡൽഹി പ്രൈസിനൊക്കെ കൊടുക്കുന്നത്? നമ്മൾ നേരിട്ട് നമ്മൾ വർഷങ്ങളായി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ വേറെ സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല, നമ്മളതിന് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. ഓഫീസും കാര്യം ഉണ്ടെങ്കിലും കൂടി വീട്ടിൽ നിന്ന് കൂടുതലും ചെയ്യല്. അപ്പൊ മാക്സിമം റേറ്റ് പൊട്ടിച്ചു കൊടുക്കും. അതായത് ഡൽഹി പോയി എടുക്കുന്ന അതേ പ്രൈസിന് ഇവിടെ കോഴിക്കോട് നരിക്കുനിയിൽ നിങ്ങൾ കൊടുക്കാണ്. ഇവിടെ കൊടുക്കുക. ഇവിടെ ഒന്ന് കമ്പനിയിൽ നിന്ന് ഫുള്ള് ചെക്ക് ചെയ്യുക, മെക്കാനിക്കിൽ കൊണ്ടുവരാം, വർക്ക്ഷോപ്പിൽ കാട്ടാ. ഡൽഹിന്റെ മാതിരി പറ്റിക്കപ്പെടുന്ന ഒരു പരിപാടിയില്ല. മണിക്കൂറുകൾ നിന്ന് വണ്ടി ചെക്ക് ചെയ്ത് തൃപ്തിയായ ശേഷം മാത്രം കൊണ്ടുവച്ചാൽ മതി. ഓക്കെ. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പക്കുള്ള വണ്ടികളാണല്ലോ. ഇനി അതേപോലെ തന്നെ 2016 ഫോർച്യൂണർ ഒക്കെ വരുന്നുണ്ട്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? 2016 ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് തരാൻ പോകുന്നത് 13,00,000 തരാൻ പോകുന്നത്. ഓഫറാണോ എല്ലാം നിങ്ങൾ നോക്കിക്കോളി. ഇനി അതേപോലെ തന്നെ BMW വരുന്നുണ്ട്. 2012 മോഡലാണ്, 525 ആണ് വരുന്നത്. അതും ഒരു ഓഫർ പ്രൈസിന് അല്ലേ? അപ്പൊ അതൊരു ഇന്നോവ ക്രിസ്റ്റന്റെ ഒരു വമ്പൻ ചാകര ഡൽഹി പോയി എടുക്കുന്ന അതേ പ്രൈസിനാണ് നിങ്ങൾ തരാൻ പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യം, വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഡൽഹിയിൽ പറ്റിക്കപ്പെടുക മലയാളികൾ തന്നെ അവിടെ അവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ ആളുകൾ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ പരിപാടി ഒന്നും ഇവിടെ ഒന്നുമില്ല. ഫുള്ള് ചെക്ക് ചെയ്യുക, അവർക്ക് മെക്കാനിക്കും കൊണ്ടുപോകാം, വർക്ക്ഷോപ്പിൽ എന്ത് വേണം ചെയ്യാം, പ്രശ്നം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഈ 30 വണ്ടിയും 30 ഹിസ്റ്ററിലുള്ള വണ്ടികളാണ്. കോഴിക്കോട് നരിക്കുനി തന്നെ. അപ്പൊ എന്തായാലും സിദ്ദിഖാന്റെ നമ്പർ അടിയിൽ കൊടുക്കുക, വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. ഇനി ഡൽഹിയിലേക്ക് ആരും വണ്ടി കയറി പോകാനും നിൽക്കണ്ട, നേരെ കോഴിക്കോടിലേക്ക് പോന്നാൽ മതി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് 2016 G മാനുവൽ, സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസും കാര്യം ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ടി, ഡിക്കി എല്ലാം ഒറിജിനൽ. ഹിസ്റ്ററി പക്കാണ്. ഹിസ്റ്ററി പക്ക. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 40,000 കിലോമീറ്റർ. ലാസ്റ്റ് 11,300 എത്ര ലോൺ കയറും? ലോണ് ഏകദേശം 80% കയറും. നമ്പറായിട്ട് ലോൺ കിട്ടും കേട്ടോ. നമ്പറായിട്ട് അതല്ല, ഡൽഹി രജിസ്റ്റർ ചെയ്താൽ ലോൺ എടുക്കണം. ഈ രജിസ്ട്രേഷൻ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, പ്രശ്നമില്ല. അവിടെ അഡ്രസ് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. ഇത് 2017 G ഓട്ടോമാറ്റിക് 1.42 റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ടി, ഡിക്കി എല്ലാം ഒറിജിനൽ. 2025 സർവീസ് ഉള്ളത്. ഓണർഷിപ്പ് സെക്കൻഡ്. ലാസ്റ്റ് പ്രൈസ് ഇത് 12,80,000 കൊടുക്കാം. 12,80,000. ലോണിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നില്ല, സെപ്പറേറ്റ് നമുക്ക്. ഓക്കെ. നെക്സ്റ്റ് ഈ ക്രിസ്റ്റ വരുന്നത് ഇത് ഒറിജിനൽ, ഇതിപ്പോ നമ്പർ ആയ വണ്ടിയാണ്. 2015 G മാനുവൽ. 2015 G മാനുവൽ. 1,00,000 കിലോമീറ്റർ ഇപ്പൊ സെക്കൻഡ് ഓണർ അയക്കുന്നു ഇവിടേക്ക്. റീപ്ലേസും കാര്യം ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ടി, ഡിക്കി എല്ലാം ഒറിജിനൽ. പുതിയ ഇൻഷുറൻസ്. ഏകദേശം 13 ലക്ഷം രൂപ ലോൺ. എത്ര ഓട്ടോ ഓടിക്കുന്നത്? ഇത് 1,02,000 കിലോമീറ്റർ. 1,02,000. 13 ലക്ഷം രൂപ അല്ല, വണ്ടിക്ക് വില 15,30. ഇത് ഏകദേശം 90% ലോണ് കിട്ടും, നമ്പറായ വണ്ടി ആയതുകൊണ്ട്. ഈ ഒരു ക്രിസ്റ്റ വരുന്നത് ഇത് 2019 Z ഓട്ടോമാറ്റിക്. 2019 Z ഓട്ടോമാറ്റിക്. 1,72,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. അത് പിന്നെ ഒരുതരം വണ്ടിക്ക് എല്ലാം വണ്ടി പ്രത്യേകത എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി പക്കാണ്. ഫുള്ള് ഈ 30 വണ്ടിക്ക് ഹിസ്റ്ററി പക്കാണ്. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഇതിന് 17,30 കൊടുക്കാൻ. 2019 Z പുതിയ ഇൻഷുറൻസ്, 17 ലക്ഷം രൂപ അടിയുണ്ട്. ആ ക്രിസ്റ്റ വരുന്നത് ഇത് വരുന്നത് 2017 വണ്ടി. 2017 Z ഓട്ടോമാറ്റിക് 1,05,000 കിലോമീറ്റർ. 1,05,000 കിലോമീറ്റർ. ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ വണ്ടി നമുക്ക് 14,60 കൊടുക്കാം. 14,60. 7 സീറ്റർ ആണ് വരുന്നത്. 7 സീറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്രിസ്റ്റ HR. അതെ, HR വരുന്നത് ഇത് 2017 V. 2017 V ആണ്. 1.37 ഓടിക്കുന്ന ഫസ്റ്റ് ഓണർ വണ്ടി. 1.37 ഫസ്റ്റ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ ഇതില്? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് 14,40 കൊടുക്കാം. 14,40. ഓക്കെ. നെക്സ്റ്റ് വരുന്ന UK 2016 Z ഓട്ടോമാറ്റിക്. 2016 Z ഓട്ടോമാറ്റിക്. 1,00,000 കിലോമീറ്റർ ഓടിയത്. ഓൺഷിപ്പ് പറഞ്ഞത്
ഫസ്റ്റ് ഓണർ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ്, ഒറിജിനൽ ഗ്ലാസ് ഡോറ് ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ. ഓക്കെ, 7 സീറ്റർ തന്നെ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് 14,90 കൊടുക്കാം. 14,90 കൊടുക്കാം. അതെ. ഓക്കെ, നെക്സ്റ്റ് DL. ഇത് 2016 Z. 2016 G ഓട്ടോ. 2016 G മാനുവൽ. 8 സീറ്റർ വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് കിലോമീറ്ററോ 160 ഓടിക്കുന്നത് കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 11,10 കൊടുക്കാം. 11,10. മാക്സിമം ഓഫർ പ്രൈസ് ആണ്. ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ. ഓക്കെ, ന്യൂ ഷേപ്പ്. ഓക്കെ, ഈ വണ്ടി ഡൽഹി കൊടുക്കണം 12-13 കൊടുക്കേണ്ടി വരും. 12-13 കൊടുക്കണം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര പറഞ്ഞത്? 11,10 നെറ്റ് പ്രൈസ് ഒന്നും കുറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇത് 2016 Z മാനുവൽ. നമ്പർ ആയ വണ്ടി കേട്ടോ. ഓക്കെ, 7 സീറ്റർ. 2016 Z ഓട്ടോമാറ്റിക് മാനുവൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 180. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്. ഇത് എല്ലാ വണ്ടിക്കും കല്ലടിച്ചതാണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 16,20 കൊടുക്കാം. 16,20 കൊടുക്കാം. ഓക്കെ, ഈ ക്രിസ്റ്റ HR. ഇത് 2016 Z. 2016 Z മാനുവൽ ആണോ? ഇത് ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 130 ഓടിക്കുന്ന ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർഷിപ്പ് 130 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണ്? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 14,90 കൊടുക്കാം. 14,90 കൊടുക്കാം. ഓക്കെ, ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് 2017 V മാനുവൽ HR 7 സീറ്ററിൽ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 167 ഓടിയത്. 167. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഡിക്കി ചെറിയൊരു റീപ്ലേസ് ഇല്ല, ചെറിയ പണി എടുത്തതാണ്, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്കിത് 12,90 കൊടുക്കാം. 12,90. ഓക്കെ, V ആണെന്ന് ഓർക്കണ്ടോ? V ആണെന്ന് ജിയുടെ പൈസ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇന്നോവ ഇത് 2017 G ഓട്ടോമാറ്റിക്. 2017 G ഓട്ടോമാറ്റിക്. ഒറിജിനൽ ഗ്ലാസ് ഡോറ് ബോണ്ട് ഡിക്കി എല്ലാം ഒറിജിനൽ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? റീപ്ലേസ് ഒന്നുമില്ല. 144 ഓടിയത്. 7 സീറ്റർ ആണ് വരുന്നത്. അതെ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 13,60 കൊടുക്കാം. 13,60 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഫുള്ള് ക്രിസ്റ്റൻ ആട്ടോ. ഇത്രക്കും ക്രിസ്റ്റ നമ്മളെ വേറെ കൂടി ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല. സിദ്ദീഖ 2017 ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക്. അല്ലേ? സോറി, G ഓട്ടോമാറ്റിക്. അതെ, സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ അത് 169. ഹിസ്റ്ററി പക്കാണ്. ഫുൾ ഹിസ്റ്ററി. വണ്ടിയല്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 12,60 കൊടുക്കാം. 12,60 വിത്ത് NOC കൊടുക്കാം. ഓൾമോസ്റ്റ് ഇപ്പൊ ഒക്കെ പറഞ്ഞ വിത്ത് NOC റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് DL. ഇത് 2018 G ഓട്ടോ. G ഓട്ടോമാറ്റിക്. ഓക്കെ, റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 138. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 15,50 കൊടുക്കാം. 15,50,000 കൊടുക്കാം. ഓക്കെ, ചെറിയ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് പ്രശ്നമില്ല. എത്ര ലാസ്റ്റ് ഫൈനൽ? 14,50 ഓഫർ പ്രൈസ് ആട്ടോ. 14,50 കളർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഓഫർ പ്രൈസ്. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് 2019 91,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 99,000 കിലോമീറ്റർ. 2019 ആണ്. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ് അതും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 15,30 കൊടുക്കാം. 2019 ആട്ടോ. 99,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ലാസ്റ്റ് ക്രൂസ് കൺട്രോൾ, സ്റ്റാറിംഗ്, നോവൽ, ബാക്കി എല്ലാ കാര്യങ്ങളും കമ്പനി സെറ്റ്. 15,30 ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് 2 താറ് കിടക്കുന്നുണ്ട്. അതെ, താറ് ഏതാ മോളിൽ വരുന്നത്? 2017 താറ്. 4x4 ആട്ടോപ്പ് ചെയ്ത വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഏകദേശം എത്ര കയറിയിട്ടുണ്ടാവും? ഇതിനൊരു 2.5 ലക്ഷം രൂപ കയറിയിട്ടുണ്ടാവും. 2.5 ലക്ഷം രൂപ മുകളിൽ കയറിയിട്ടുണ്ട്. 2016 അല്ലേ പറഞ്ഞത്? 2016. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 68,000. 68,000. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ജീപ്പ് അങ്ങനെ റീപ്ലേസ് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 8,40 കൊടുക്കാം. 8,40 നമ്പർ ആക്കിയിട്ട്. കേരള വണ്ടിയാ. 2017 മോഡല് 8,40. ഓക്കെ, ഈ താറ് ഇത് 2017 ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ. 68,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 3 ലക്ഷം 2.25 ലക്ഷം രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്താണ്. ടയറും അലേവിയിൽ ഹട്ടോപ്പ് ചെയ്ത് സീറ്റ് ബാക്കി എല്ലാ കാര്യവും ചെയ്താണ്.
ഇത് നമുക്ക് 685 കൊടുക്കാം. 6,85,000 രൂപയ്ക്ക് താറ് 2017 മോഡല്. അതെ, NOC കൊടുക്കാം. ഇത് NOC കൊടുക്കാം അല്ലേ? അതെ 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 അതെ. 2017 മോഡല് താറ് ഇങ്ങനെ തരാൻ പോകുന്നത് 6,85,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ. ഇതിപ്പോ നമ്പറായി കഴിഞ്ഞാൽ മാക്സിമം ലോണും കയറും അല്ലേ? 80% ലോൺ നമ്പറായ ലോൺ വരും. നമ്മള് ക്യാഷിനാ കൊടുക്കുക, അവർക്ക് പിന്നെ ലോൺ എടുക്കാം. ഒരു മാസം ഗ്യാപ്പ് മാസ്റ്റർ ക്യാപ്പിനല്ലേ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫോർച്യൂണർ ആണ് വരുന്നത്. ഫോർച്യൂണർ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഓഫർ പ്രൈസിന് വരുന്ന ഫോർച്യൂണർ ആണ്. 2016 അല്ലേ? 2016 2 വീൽ ഓട്ടോമാറ്റിക്. അതെ, 169 ഓടിയത്. 169. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് തേർഡ് അല്ല, ഫസ്റ്റ് ഓണർ വണ്ടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്രയാണ്? ലാസ്റ്റ് ഇന്ത്യയിലൊക്കെ നോക്കണം, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. മാക്സിമം പൊട്ടിച്ചിട്ടോളി 12,50 കൊടുക്കാം. എത്ര വേണം സംസാരിച്ചോളി? 12,50 കൊടുക്കാം. നിങ്ങൾ എത്ര വേണം സംസാരിച്ചോളി? 12,50 കൊടുക്കാം അല്ലേ? ഓക്കെ, 12,50 ലാസ്റ്റ് 2016 2 വീൽ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? 2012. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 2 വീൽ ഓട്ടോമാറ്റിക്, 4x4 മാനുവൽ ആണ് വരുന്നത്. 4x4 മാനുവൽ. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡാന്ന് തോന്നുന്നു. തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 2 ലക്ഷത്തി ചില ഓടിക്കുന്നത്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വയ്ക്കുന്നത്? ഇത് 10 രൂപ കൊടുക്കാം. 10 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, KL നമ്പർ മാക്സിമം ലോണും കയറും. അതെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന HR വരുന്ന 2015 1,12,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഉണ്ട്, റീപ്ലേസും കാര്യമില്ല, ഷോറൂം വണ്ടി. 2 വീൽ ഓട്ടോമാറ്റിക് ആണോ? 2 വീൽ ഓട്ടോമാറ്റിക് കിട്ടും. 2 വീൽ ഓട്ടോമാറ്റിക്. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഇടിക്കുക, എല്ലാം ഒറിജിനൽ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. എല്ലാ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 13,40 കൊടുക്കാം. 13,40 കൊടുക്കാം. അതെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ നമ്മൾ ഇത് 2018 82,000 കിലോമീറ്റർ, 2018 82,000 കിലോമീറ്റർ. വീൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട് ഇടിക്കുക, എല്ലാം ഒറിജിനൽ. ഷോറൂം കണ്ടീഷൻ. ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര വരുന്നത്? ഇത് നമുക്ക് 23,80 കൊടുക്കാം. 23,80 കൊടുക്കാം. ആ ഡൽഹി റേറ്റ്, ഡൽഹിയിൽ ഈ നീറ്റ് വണ്ടിക്ക് 24-25 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് 23,80 പൈസ വേറെ. പിന്നെ അവര് അവിടെ എന്ത് ചെയ്യും? പിന്നെ ചെലാന്റെ പൈസ എന്ന് പറയും വേറെ വാങ്ങും, കമ്മീഷൻ വേറെ വാങ്ങും, NOCന്റെ പൈസ വേറെ വാങ്ങും. നമ്മൾ ഒറ്റ പ്രൈസാ പറയുന്നത്. ഒറ്റ പ്രൈസ്. ഓക്കെ, ഡൽഹി പോലെ എല്ലാത്തിനും സെപ്പറേറ്റ്. അത് പിന്നാണ് അവര് പറയാ. അതായത് വണ്ടി കാണുമ്പോൾ റേറ്റ്, വണ്ടി എടുക്കാൻ നേരത്തെ വേറെ വേറെ 1 ലക്ഷം രൂപ വരെ വണ്ടിക്ക് കൂടും. അതായത് കമ്മീഷൻ, ചെലാൻ ഉണ്ടാവും, NOCന്റെ പൈസ, പിന്നെ ബ്രോക്കർ പൈസ വേറെ വാങ്ങും, ഇതെല്ലാം കൂടി വേറെ വാങ്ങും. അങ്ങനെ ചെയ്യുന്നുണ്ട്. 1 lakh വരെ 1 lakh വരെ. അത് ആദ്യം കച്ചവടത്തിൽ അവർ പറയില്ല. ഇത് എടുത്ത് നാട്ടിൽ വണ്ടി എത്തിയ ശേഷമാണ്. പിന്നെ തിരിച്ചു കൊടുക്കാൻ നടക്കൂലല്ലോ. ഇവിടെ നിരവധി ആളുകൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു കരിമ്പുലി. അതെ, കരിമ്പുലി ഏതാ മോഡൽ വരുന്നത്? 2018 2 വീൽ ഓട്ടോമാറ്റിക്, 1.30 ഓടിക്കുന്നത്. 1.30 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഡിക്കി ചെറിയൊരു പണി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഇത് 24 രൂപ കൊടുക്കാം. 24 രൂപ. 2018 പറഞ്ഞത്? 2018. ബ്ലാക്കിന് താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ബ്ലാക്ക് നല്ല മൊഞ്ച് വണ്ടിയല്ലേ? ഓക്കെ, 24 ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനൽ ആയിട്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 തന്നെ. 2018. ഇത് 2 വീൽ ഓട്ടോമാറ്റിക്, 1.20 ഓടിക്കും. 1.20. ഓണർഷിപ്പ് ആയിരുന്നത്? 1.15 ഓടിക്കുന്നത്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. അതെ, കമ്പനി സർവീസ്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? 2 വീൽ ഓട്ടോമാറ്റിക്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് ലാസ്റ്റ് നമുക്ക് 24-20 കൊടുക്കാം. 24 കൊടുക്കാം. 24 കൊടുക്കാം. 24,000 രൂപ കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്രിസ്റ്റ കഴിഞ്ഞ് ഫോർച്യൂണർ കഴിഞ്ഞ് നെക്സ്റ്റ് പോകാൻ പോകുന്നത് നമ്മൾ ഇനോവയിലേക്കാണ്. ഇനോവ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ. അതെ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.35. 1.35. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഏതാ G4 ആണോ? G4. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 690 കൊടുക്കാം. 690. ഏതാ മോഡൽ പറഞ്ഞേ? 2015 G4 ഇനോവ 675 ലാസ്റ്റ് ഫൈനൽ. നെക്സ്റ്റ് വരുന്ന ഇനോവ ഏതാണ്? 2014. ഓണർഷിപ്പ് നമ്പർ ആക്കി നമുക്ക് 8.4 കൊടുക്കാം. 2014 നമ്പർ ആക്കിയിട്ട് G മാനുവൽ അല്ലേ? ഓണർഷിപ്പ് ആയിരുന്നത്? 1.20 ഓടിക്കുന്നത്. കിലോമീറ്ററോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര പറഞ്ഞത്? 8.4 നമ്പർ ആക്കി നമുക്ക് കൊടുക്കാം അല്ലേ?
ഓക്കെ നെക്സ്റ്റ് വരുന്ന ഇനോവ ഇതേ നമ്മൾ 2015 G4 2015 G4 ഓണർഷിപ്പ് തേർഡ് കിലോമീറ്ററോ 1.35 റീപ്ലേസ് ചെയ്യുന്നുണ്ടോ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഏതാ ഓപ്ഷൻ വരുന്നത് സോറി 2016 ഗ്ലാസ് കാണുന്നത് അത് ചെക്ക് ചെയ്യണത് ഓക്കെ അല്ല അത് അവർക്ക് കസ്റ്റമർ വിളിക്കുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തോളൂ കുറെ 10-15 വണ്ടിയുള്ള നമുക്ക് എല്ലാം മെമ്മറി കിട്ടൂലല്ലോ അതാ ചെറിയ തൊണ്ടും ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ G4 ആണ് ലാസ്റ്റ് 680 ഇതിന് 6,80,000 ഓക്കെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഇനോവ ഏതാ മോഡൽ ഇത് 2015 V 14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഡിക്കി ഗ്ലാസ് മാറിയിരിക്കുന്നു സിംഗിൾ ഓണർ വണ്ടി ഫുള്ള് കമ്പനി സർവീസ് 2025 വരെ സർവീസ് ഉള്ള വണ്ടി ഇത് നമ്മൾ 9,40 കൊടുക്കാം NOC-ല് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തും കസ്റ്റമർ ഒന്നും ഇത് വണ്ടി ഇന്റർകൂളർ ആണ് ഇതെല്ലാം ഇന്റർകൂളർ ആട്ടോ വണ്ടി ഡയമണ്ട് അലോയ് ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുള്ള് കമ്പനി സർവീസ് ഉള്ളതുകൊണ്ട് 2015 ലാസ്റ്റ് ആ വണ്ടി ഇത് നമുക്ക് 9,20 കൊടുക്കാം 9,20,000 അത്ര നീറ്റാണ് ഇത് 14-15 മൈലേജ് ഉള്ള വണ്ടിയാണ് 14-15 മൈലേജ് ഉള്ള ലാസ്റ്റ് 9,20 ആണ് ചോദിക്കുന്നത് ആ 20 നമുക്ക് കുറച്ച് ലാസ്റ്റ് 9 റുപ്യ ആക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്ന ഇനോവ ഏതാ മോഡൽ ഇത് 2008 മോഡലാണ് 28 വരെ പേപ്പർ ന്യൂ ഷേപ്പ് ആക്കിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള ആണ് അതെ ഓക്കെ ഇത് 260 ഓടിയതാണ് 260 ഓടിക്ക് നല്ല കുഴപ്പമില്ല നല്ല വണ്ടിയാണ് 7 സീറ്റർ ആണ് വരുന്നത് G4 അല്ലേ അതെ എത്ര ലാസ്റ്റ് നമുക്ക് 5,20 കൊടുക്കാം 5,20 കൊടുക്കാം കേരള നമ്പറിൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി 5,20 ആണ് ചോദിക്കുന്നത് 5 രൂപ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം 5 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് BMW 525 80,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ഓണർഷിപ്പ് ആയിരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് വരുന്നത് 2012 മോഡലാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് റീ ആണോ അല്ലെ കേരള ആണോ വണ്ടി 6 സിലിണ്ടർ ആണ് HR ആണ് വരുന്നത് 6 സിലിണ്ടർ ആണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കാറ്റ് വണ്ടി തന്നെ ലാസ്റ്റ് ഫൈനൽ എത്ര വേണം നിങ്ങൾക്ക് 9,50 NOC കൊടുക്കാം ഓക്കെ അത് പാകമുള്ള റേറ്റ് ആണ് 2012 മോഡലല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ബ്രസ് വരുന്നുണ്ട് ഡീസലോ പെട്രോൾ 2016 ഡീസൽ ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഡിക്കി എല്ലാം ഒറിജിനൽ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒറിജിനൽ കേരള വണ്ടി 68,000 കിലോമീറ്റർ ആകെ ഓടിയത് 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ല ഓണർ 3 പക്ഷെ അതിന്റേതായ റേറ്റ് കുറവുണ്ട് എത്ര ലാസ്റ്റ് ഇത് നമുക്ക് 6,40 കൊടുക്കാം 6,40 2016 ഡീസൽ 68,000 കിലോമീറ്റർ ഓടിച്ച തേർഡ് ഓണർ മൈലേജ് ഉള്ള വണ്ടി ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണല്ലോ എത്ര 6,40 ലാസ്റ്റ് ഫൈനൽ ആണോ അത് ചെറിയൊരു മാറ്റമൊക്കെ കസ്റ്റമർ ഒന്നോട്ടെ എത്ര ലോൺ കയറുന്നത് ഇത് ലോൺ ഏകദേശം ഫുള്ള് കയറാൻ സാധ്യത ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ സ്വിഫ്റ്റ് ഏതാ മോഡല് 2016 ZDI ഓണർഷിപ്പ് ആയിരുന്നു 2016 ZDI ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർ കിലോമീറ്റർ 1,10 ഓടിയിട്ടുണ്ട് റീപ്ലേസ് എന്താണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത് 5,40 കൊടുക്കാം 5,40 കൊടുക്കാം മാക്സിമം എത്ര ലോൺ കയറും ലോൺ ഏകദേശം ഫുള്ള് 90% കയറാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ കോഴിക്കോട് ഇത്രക്കും ഒരുപാട് വണ്ടിയുള്ള ഒരു സ്പോട്ടിലാണ് കേരളത്തില് ഒരു ഷോറൂമിൽ ഇത്രയും വണ്ടികൾ ഉണ്ടാവില്ല 25ഓളം ക്രിസ്റ്റ വരുന്ന 25 ക്രിസ്റ്റ ഷോറൂമിലുള്ളവർ കമന്റ് ചെയ്തോളൂ താഴെ ഫോട്ടോ വിട്ടു അത് നിങ്ങൾക്ക് പ്രൈസിൽ എന്ത് മാറ്റം ഉണ്ട് എന്ത് തോന്നുകയാണ് നിങ്ങൾ കമന്റ് ചെയ്തോളൂ കാരണം ഡൽഹി പ്രൈസിനാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോ ചെറിയ കൂടൂലല്ലോ കുറയുക ചെയ്യും കൂടൂല പ്രൈസ് എന്തായാലും കൂടുതൽ എന്തായാലും കുറയുള്ളൂ ഇനിയിപ്പോ പ്രൈസ് പറഞ്ഞതിനേക്കാളും പ്രൈസ് കുറയുള്ളൂ ചെയ്യാം അപ്പൊ എന്തായാലും അടിയിൽ കമന്റ് ചെയ്തോളൂ പിന്നെ അതേപോലെ തന്നെ സിദ്ദീഖാന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചുകൊണ്ട് എന്റെ പാർട്ണർ ബാവുണ്ട് ഓനോ കാട്ടി കൊടുത്തു ഓക്കെ ബാവക്ക അതാണ് ബാവക്കാനും സിദ്ദീഖാൻ ഇവര് രണ്ടാളും എവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം പിടിച്ചോളി അല്ല നിങ്ങൾ റോഡ് വന്ന് എവിടുന്ന് വരെ കണ്ടു കഴിഞ്ഞാൽ വേഗം പിടിച്ചോളി കാരണം എന്റെ കയ്യിൽ ക്രിസ്റ്റ കാർ ഉണ്ടാവും അപ്പൊ ഷോറൂമിലല്ല കേരളത്തിലെ ഒരു ഷോറൂമിൽ ഇത്രയും ക്രിസ്റ്റകൾ ഒരുമിച്ച് കാണൂല അത് റേറ്റ് കുറച്ചിട്ട് 3, 4, 5 വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഷോപ്പ് കാര്യങ്ങളൊന്നും പക്ഷെ വേറെ കാര്യമുണ്ട് ഇവർക്ക് സ്റ്റാഫ് ഇല്ലാന്നുള്ളൂ നാട്ടുകാരെ ഭയങ്കര സപ്പോർട്ട് ഞാൻ ഇവിടുന്ന് നമ്മളെ കൂടെ വരുന്നവരാണ് എല്ലാ സപ്പോർട്ട് ചെയ്യാം ബാംഗ്ലൂർ പോയി നമുക്ക് വണ്ടി ബാംഗ്ലൂർ അല്ല നമുക്ക് കണ്ടെയ്നർ ഇവിടെ എത്തും ഇവിടെ ഗുണ്ടിൽപേട്ട കണ്ടെയ്നർ എത്തും നമ്മുടെ സ്വന്തം കണ്ടെയ്നർ ഗുണ്ടിൽപേട്ട എത്തും
അവിടെ നോട് വണ്ടി ഓടിച്ചു അതിനൊക്കെ വീഡിയോ ഒക്കെ നിങ്ങൾ TKC യൂസ്ഡ് കാർ എന്നുള്ളത് നിങ്ങൾക്ക് കയ്യിൽ കാണാം. ഓക്കെ അപ്പൊ എന്തായാലും സിദ്ദിഖാന്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കട്ടെ. ഇത് നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ്.